കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാന ഭാഗത്തായിട്ട് വേദിക് ലിറ്ററേച്ചർ പ്രകാരം വാട്ട് ഈസ് ഡെത്ത്, എന്താണ് മരണം എന്നുള്ളത് അല്പം പറഞ്ഞു നിർത്തി. ഇനി അതിൻ്റെ തുടർഭാഗമായിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വിഭ്രാന്തിയും പേടിയും ഒക്കെ ഉണ്ടാവും, അല്ലേ? അത് മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മരണത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം മരണം എന്നുള്ളത് അനിവാര്യമായൊരു ഘടകമാണ്. ഇറ്റ് ഈസ് ആൻ ഇന്നവേറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇഫ് യു ആർ ബോൺ യു വിൽ ഡൈ. നമ്മൾ ജനിച്ചിട്ടുണ്ടോ നമ്മൾ ഉറപ്പായിട്ടും മരിക്കും. അതാണ് ഗീതയിൽ പറഞ്ഞത്, ജാതസ്യ ധ്രുവോർ മൃത്യു മരണമെന്ന്. അപ്പോൾ മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിച്ചിട്ടുണ്ടോ ഡെത്ത് ഉണ്ടായിരിക്കും. അത് ചിലർക്ക് നേരത്തെ ആവാം, കുറച്ച് ചിലർക്ക് വൈകിയേ ആവാം, ചിലർക്ക് അതിൻ്റെ ഇടസമയത്താവാം. എന്തായാലും അത് അനിവാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമാജിനേഷൻ ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി, യു നോ. സോ വാട്ട് ഈസ് ഡെത്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. കണ്ടിന്യൂസ്ലി ബോഡി ചേഞ്ചിങ് ഓർ കണ്ടിന്യൂസ് ബോഡി ചേഞ്ചിങ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്മൈഗ്രേഷൻ ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ചേക്കേറുന്നതിനെയാണ് സത്യം പറഞ്ഞാൽ ഒരു മാക്രോ ശരീരം വിട്ട് മറ്റൊരു മാക്രോ ശരീരത്തിലേക്ക്, ശ്രദ്ധിക്കണം, ഒരു സ്ഥൂല ശരീരം വിട്ട് മറ്റൊരു സ്ഥൂല ശരീരത്തിലേക്ക് കയറിക്കൂടുന്ന പ്രക്രിയയ്ക്ക് നമ്മളിടുന്ന പേരാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ പാർട്ട് ഓഫ് അവർ ബോഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. നമ്മുടെ സ്ഥൂല ശരീരത്തിൽ വ്യത്യസ്തമായ മൂലകങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞു. ആ മൂലകങ്ങളൊക്കെ മരണസമയത്ത് ഗോസ്റ്റ് എർത്ത്, ഈ ശാസ്ത്രീയമായി ബർത്ത് ഡെത്ത് എന്നുള്ളതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വേദിക് ലിറ്ററേച്ചറിൽ എന്താണ് ജനനം മരണം എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായി നമുക്ക് വേറൊരു വീഡിയോയിലൂടെ നമുക്ക് എന്താണ് മോഡേൺ സയൻറ്റിഫിക് വ്യൂ ഓഫ് ഡെത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ഇവിടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിൽ എന്താണ് പറയുന്നത്? അവിടെ പറയുന്നതാണ് ഡെത്ത് ഈസ് നത്തിങ് ബട്ട് വാട്ട് എ ട്രാൻസ്മൈഗ്രേഷൻ ഫ്രം വൺ ബോഡി ടു അനദർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾക്ക് ചിന്തനീയമാണ്. ഈ മരണം എന്നുള്ളത് ഒരർത്ഥത്തിൽ നിരന്തരം നമ്മുടെ മൈക്രോ പാർട്ട് ഓഫ് ബോഡിയിൽ, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയില്ല എന്ന് മാത്രം. കാരണം എന്താ? നമ്മൾ ബേബിയായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാല്യം, കൗമാരം, ശൈശവം, വാർദ്ധക്യം ഇങ്ങനെ കടന്നു പോകുന്ന ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ലൈഫിലൂടെ കോടാനുകോടി സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ജനിക്കുന്നുണ്ട്. അനുദിനം കോടാനുകോടി സെല്ലുകൾ മരിക്കുന്നുണ്ട്. അപ്പം മരണപ്രക്രിയ നമ്മളെ അറിവിൻ്റെ അഭാവത്തിൽ സ്ഥിരം സംഭവിച്ചിരിക്കുന്ന ഒന്നാണ്, കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ദിനപ്രളയം അന്ത്യപ്രളയമായി മാറുമ്പോൾ ഒരു പ്രളയം നമ്മളിൽ എന്നും സംഭവിക്കുന്നുണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നുള്ള വിഷയം അത് വേറെയാണ്, അതിലേക്ക് പോകുന്നില്ല. അതിൽ സുഷുപ്തിയിൽ നമ്മൾ നിത്യവും ഒന്ന് മരിക്കുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നു. അതായത് നമ്മുടെ ബോഡി അല്പം വിട്ടുപോകുന്നുണ്ട്. അതെന്താണ് എന്താണ് ജാഗ്രത അവസ്ഥ, എന്താണ് സ്വപ്നാവസ്ഥ, എന്താണ് സുഷുപ്തി അവസ്ഥാത്രയങ്ങൾ, അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ഒരു ദിവസം നമ്മളെന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പ്രളയം സംഭവിച്ച് തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ദിവസവും നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങൾ ജനിക്കുന്നു, അതുപോലെ ഇല്ലാതാവുന്നു. അങ്ങനെ പോയി നമ്മുടെ മൊത്തം മാക്രോ ബോഡിയിലെ മൊത്തം സെല്ലുകളും ഇനി രണ്ടാമത് പരിണാമം സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തനക്ഷമത ആവുമ്പോൾ അത് ഇല്ലാതെയാവും. അതാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മൈക്രോ പാർട്ടേ അവിടെ മരിക്കുന്നുള്ളൂ, നമ്മുടെ സോൾ പാർട്ട് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ കാരണശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഈ സൂക്ഷ്മ ശരീരം അവിടെ തന്നെ നിലകൊണ്ടുകൊണ്ട് അത് വേറൊരു ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ വി റിക്വയർ അനദർ ഫിസിക്കൽ ബോഡി ടു ഫങ്ഷൻ. നമുക്ക് വേറൊരു ഭൗതിക ശരീരം കിട്ടിയേ പറ്റൂ. ഏത് മതശാസ്ത്രങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തിനാണ് നമുക്ക് വേറൊരു ഫിസിക്കൽ ബോഡിയുടെ ആവശ്യം? ടു ഫുൾഫിൽ അവർ ഡിസൈർസ്. നമ്മുടെ കാമനകൾ മതിയായിട്ടുണ്ടായിരിക്കില്ല ഈ ബോഡിയിൽ നിന്നുകൊണ്ട്.
അപ്പോൾ ഈ ബോഡിയിൽ അല്പം അവശേഷിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ വീണ്ടും ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ശരീരത്തെ പ്രാപിച്ചേ പറ്റൂ. അപ്പോൾ അത്തരക്കാർക്കായിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ശരീരത്തെ പ്രാപിക്കുന്നത് എന്നാണ് വേദിക് ലിറ്ററേച്ചർ എല്ലാം പറയുന്നത്. അപ്പോൾ വി റിക്വയർ അനദർ ഫിസിക്കൽ ബോഡി ടു ഫുൾഫിൽ അവർ ഡിസയേഴ്സ്. നമ്മുടെ ഡിസയേഴ്സുകൾ ശരിക്കും പറഞ്ഞാൽ അവർ ലൈഫ് ഷുഡ് ബി ഡിസയർലെസ് എന്നാണ് പറയുക. പക്ഷേ 99% ആൾക്കാർക്കും ഡിസയർഫുൾ തന്നെ ആയിരിക്കും ലൈഫ്. 90 അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ജനിക്കണമെന്ന് ചോദിച്ചാൽ 99% ആൾക്കാരും പറയും എനിക്ക് വീണ്ടും ജനിക്കണം, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ളൊരു ഒരാളെ എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്കൊരു മണിസൗധം പണിയാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചതുപോലെയുള്ളത് പരിപൂർണത കൈവരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ കാമനകൾ നമുക്ക് വീണ്ടും ഒരു ശരീരം വേണമെന്ന് ദാഹിപ്പിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ശരീരത്തെ പ്രാപിക്കേണ്ടി വരുന്നു. സോ വി റിക്വയർ അനദർ ബോഡി. അപ്പോൾ ആസ് സൂൺ ആസ് വി ഡൈ, നമ്മൾ മരിച്ച ഉടനെ തന്നെ ദ സോൾ ടേക്സ് അപ്പ് ഓർ എൻ്റർ ഇൻ ടു അനദർ ബോഡി. As soon as we die, the soul part of our body takes up another or enters into another body. അപ്പോൾ മരണം സംഭവിച്ചാൽ ഉടനെ ജനനമാണ്, ജനനം സംഭവിച്ചാൽ കഴിഞ്ഞ് അതിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഉടനെ മരണമാണ്. അപ്പോൾ എങ്ങനത്തെ ഒരു ശരീരത്തിലേക്കാണ് നമ്മൾ വീണ്ടും പ്രവേശിക്കേണ്ടത്? എങ്ങനത്തെ ഒരു ശരീരത്തിലേക്കാണ് നമ്മൾ വീണ്ടും പ്രവേശിക്കേണ്ടത് മരണശേഷം എന്ന് നിർണ്ണയിക്കുന്ന ഇപ്പോൾ ഉള്ള ഈ ജീവിത കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ മനസ്സ് പവിത്രീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ശുദ്ധമാക്കാൻ, പവിത്രമാക്കാൻ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ മോഡേൺ ലൈഫിൽ ആരും ചിന്തിക്കാറില്ല. വെദർ അവർ മൈൻഡ് ഷുഡ് ബി എൻലൈറ്റൻഡ്, നമ്മുടെ മനസ്സ് എൻലൈറ്റൻഡ് ആക്കണോ, സബ്ലിമേറ്റഡ് ആക്കണോ എന്ന് ആരും ചിന്തിക്കാറില്ല. ബോഡിയെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കും, ശരീരത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കും. പക്ഷെ മനസ്സിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. മനസ്സ് പവിത്രീകരിക്കപ്പെട്ടതാണെങ്കിൽ വീണ്ടും അടുത്ത ജന്മത്തിൽ പവിത്രീകരിക്കപ്പെട്ട ഒരു യോനിയിലൂടെ കയറി അങ്ങനത്തെ ഒരു ശരീരത്തെ പ്രാപിക്കാൻ പറ്റുമോ? ദാറ്റ് ഷുവർ, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് ശുദ്ധമാക്കണമെങ്കിൽ, പവിത്രമാക്കിയാൽ അത് നമുക്ക് അടുത്ത ഡിവൈൻ ബോഡിയിലേക്ക് പ്രവേശിക്കും. അത് അടുത്തൊരു വിഷയമാണ് ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ആണ് ഇന്നത്തെ വിഷയം. മരണസമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വേദിക് ലിറ്ററേച്ചർ പറയുന്നത്? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് ഓഫ് ലൈഫിൽ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ പവിത്രീകരിക്കാൻ വേണ്ടി, എൻലൈറ്റൻഡ് ആക്കാൻ വേണ്ടി, സബ്ലിമേറ്റഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? സത്സംഗങ്ങൾ പങ്കെടുക്കുക അല്ലേ? സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭജഗോവിന്ദത്തിൽ പാടിയിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ ശങ്കരാചാര്യൻ. അപ്പോൾ അതൊക്കെ നമ്മൾ പാടി നമ്മൾ എന്തൊന്നും സ്ഥിരം കേൾക്കുന്നുവോ കേട്ട് 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 നമ്മുടെ മനസ്സ് 916 ആവും. എന്താവും? 916 ആവും. അതായത് തങ്ക മനസ്സ് ആയി മാറും. തങ്ക മനസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ മനസ്സ് മാലിന്യങ്ങളില്ലാത്തതായിരിക്കും, പവിത്രീകരിക്കുന്ന പ്യുവർ ബോഡി ആയിരിക്കും, പ്യുവർ സോൾ പാർട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു പ്യുവർ സോൾ പാർട്ടിനെ വാർത്തെടുക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം. അതിനായിക്കൊണ്ട് നല്ല നല്ല സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, നല്ല നല്ല ചിന്തകൾ മാത്രം വെച്ച് പുലർത്തുക. നമുക്ക് വികാര വിക്ഷോഭങ്ങളും ഒക്കെ ധാരാളം വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരും. നെഗറ്റീവ് തോട്ട്സ് വരും, പോസിറ്റീവ് തോട്ട്സ് വരും. പക്ഷേ നമ്മൾ പരമാവധി കഴിയുന്നതും പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റിവിടുക. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഉദിച്ച് അതിൻ്റെ ആ പ്രസരിപ്പ് വർദ്ധിച്ച് തേജോമയമായി മാറും. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് അടുത്തൊരു മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മാക്രോ ബോഡി എപ്പോഴോ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മരണം അദ്ദേഹം അറിയുന്നതേയില്ല. അതിനേക്കാൾ കാരണം എന്താണ്? 7 ദിവസം ഭഗവാന്റെ ജനനം തൊട്ട് അല്ലെങ്കിൽ 10 അവതാര ലീലകളെക്കുറിച്ച് നിരന്തരം കേൾക്കുകയും വലിയ വലിയ ഋഷിപ്രോക്തങ്ങളായ വചനങ്ങൾ ശ്രവിച്ച് പ്രായോപവേശം കൈക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ 7 ദിവസവും സപ്താഹം എന്ന രീതിയിൽ ഇത് ശ്രുതി അല്ലെങ്കിൽ അവിടുത്തെ മുനിമാർ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടുള്ളത്, ഭഗവാന്റെ ലീല കഥകൾ. അത് കേട്ട് അദ്ദേഹം മൈൻഡ് പൗത്രീകരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മരിക്കപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
അയാൾ മരണത്തെക്കുറിച്ച് അറിയുന്നതേ ഇല്ല അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. അതുപോലെ വെദർ വി വാണ്ട് ആൾസോ ടു ബി ഡൈ ജസ്റ്റ് ലൈക്ക് പരീഷ് രാജയെ പോലെ നമുക്കും മരിക്കണമെങ്കിൽ നമ്മുടെ ഈ ആയുഷ്യത്തിൽ നമ്മുടെ മനസ്സിനെ ശ്രേഷ്ഠമാക്കുന്ന വളരെ നല്ല ശ്രേഷ്ഠ കൃതികളൊക്കെ വായിക്കുക, പഠിക്കുക. നമുക്ക് ഇഷ്ടംമാതിരി നിധികളുണ്ട് പഠിക്കാൻ, അല്ലേ 1,25 lakh ഉള്ള മഹാഭാരത കഥകളുണ്ട്, 24,000 വേഴ്സുള്ള രാമായണമുണ്ട്, 32,000 വേഴ്സുള്ള യോഗ വാസിഷ്ടമുണ്ട്. എന്തിനാ പറയുന്നത് വലിയ, പിന്നെ 4 വേദങ്ങളുണ്ട്, അല്ലേ? ആ വേദങ്ങളുടെ ഉപവേദങ്ങളുണ്ട്, വേദാംഗങ്ങളുണ്ട്. അതൊക്കെ പറയാൻ പോയാൽ വലിയൊരു ട്രഷർ നമുക്കുണ്ട്, വലിയൊരു നിധി തന്നെ നമുക്ക് പഠിക്കാണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു വിഷ്ണു സഹസ്രനാമമെങ്കിലും നമ്മൾ ആലപിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആലപിച്ച് ഇതൊക്കെ എന്തിനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്താൽ മരണസമയത്ത് നമ്മുടെ പഞ്ചപ്രാണനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ 5 പ്രാണനുകളാണ്. ഈ 5 പ്രാണനുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഥവാ ശരീരത്തിലെ ഊർജപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന 5, നമ്മൾ വിചാരിക്കും പ്രാണം എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാണം എന്നാണ്. അല്ല, പ്രാണാപാന സമാന ഉദാന വ്യാനൻ എന്ന് പറഞ്ഞ 5 പ്രാണനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 5 പ്രാണനുകൾക്ക് 5 കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിർവഹിച്ചു കൊണ്ടുപോകാനുള്ളത്. ഈ 5 പ്രാണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മാക്രോ ബോഡി വേണ്ടും വിധം പ്രവർത്തിക്കില്ല. അതിൽ ഇപ്പം നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞ മുഖ്യ പ്രാണൻ, അത് നമ്മുടെ നെഞ്ചിനകത്ത് ആണ്. അത് ശ്വസനാദികൾ, പിന്നെ ഹേർട്ട് പ്രക്രിയകളൊക്കെ നിയന്ത്രിക്കുന്ന പ്രാണനാണ്. അതുപോലെ തന്നെ നമുക്ക് അപാനം എന്ന് പറഞ്ഞ പ്രാണനുണ്ട്. അത് അടിവയറിൻ്റെ ആണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ദഹിപ്പിച്ച് വേണ്ടതായ ഊർജ്ജം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഈ അപാനപ്രായം. വിസർജനം, പ്രത്യുൽപാദനം മുതലായ കാര്യങ്ങളൊക്കെ ഈ അപാനൻ നിയന്ത്രിക്കും. ഹിസ് കൺട്രോളിങ് ദാറ്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്നുള്ളത്. പിന്നെ നമുക്ക് സമാനമുണ്ട്, അത് നാഭി ഭാഗത്താണ്. അത് ദഹനപ്രക്രിയ സഹായിക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉദ്ധാനൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രാണനുണ്ട്, അത് നമ്മുടെ തൊണ്ടയിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ശബ്ദിക്കാനുള്ള ശബ്ദബീജികൾ സൃഷ്ടിക്കുന്നു. അതുപോലെ അവസാനം നമ്മുടെ ഈ ബോഡിയിൽ നിന്ന് നമ്മുടെ സോൾ പാർട്ടിനെ മറ്റൊരു ബോഡിയിലേക്ക് ഇട്ടും എന്ന് പറഞ്ഞൊരു ലോഞ്ച് ചെയ്യുന്ന പ്രക്രിയയിലുള്ള പിന്നെ ഊർജം പ്രദാനം ചെയ്യുന്നു. പിന്നെ വ്യാനൻ എന്ന് പറഞ്ഞൊരു പ്രാണനുണ്ട്. ഈ വ്യാനൻ എന്ന് പറഞ്ഞ പ്രാണനും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ മൊത്തം ഹോൾ പാർട്ട് ഓഫ് ബോഡി, ശരീരത്തിൽ മൊത്തം പ്രവർത്തിക്കുന്ന വ്യാനനാണ് നമ്മുടെ വ്യാനൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രാണൻ്റെ പ്രവർത്തനപരമായാണ് നമ്മുടെ മൊത്തം ബോഡി ഒരു സന്തുലിതാവസ്ഥയിൽ മാനേജ് ചെയ്ത് പോകുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് ഈ 5 പ്രാണനുകൾ ഓരോരോ നമ്മുടെ കിരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ക്രമേണ ഇങ്ങനെ ഒരു കലാപരിപാടിയെ തൊട്ട് മുമ്പിൽ സ്റ്റേജിലിട്ടിരിക്കുന്ന മെയിൻ ലൈറ്റ് ഇങ്ങനെ മങ്ങി വന്ന് പെട്ടെന്ന് നമ്മുടെ സ്റ്റേജിലുള്ള ഒരു പ്രധാന ലൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ കണ്ണ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് വെല്ലെ മങ്ങി വരും. അത് അടുത്തൊരു വിഷയമാണ്. ദെൻ ചെവി കേൾവി കുറഞ്ഞു വരും. മൂക്കിൻ്റെ ഘ്രാണശക്തി കുറഞ്ഞു വരും. നാവിൻ്റെ ടേസ്റ്റ് ശക്തി കുറഞ്ഞു വരും. അങ്ങനെ ഈ കിരണങ്ങൾ ഓരോന്നായി പണി മുടക്കി വെല്ലെ വന്ന് മൊത്തം ബോഡി അന്ധകാരത്തിലേക്ക് പോകുന്നതോടുകൂടി നമുക്ക് മരണം സംഭവിക്കുന്നു. ഏതിനെ നമ്മുടെ മാക്രോ പാർട്ടിനെ, ഭൗതിക ശരീരത്തിനെ, അഥവാ നമ്മുടെ മാക്രോ ബോഡിക്ക് അഥവാ സ്ഥൂല ശരീരം മാത്രം ഡൈ ചെയ്യുന്നു. അപ്പോഴും അവിടെ തേജോമയമായി നിൽക്കുന്ന നമ്മുടെ മൈക്രോ പാർട്ട് ഈ ശരീരത്തിൽ നിന്ന് തൽക്കാലം ഈ കുപ്പായം വിട്ട് അടുത്തൊരു കുപ്പായം തേടി നമ്മുടെ മിസൈലൊക്കെ തൊടുത്തുവിടുമ്പോൾ പോകുന്ന പോലെ അതിവേഗതയിൽ നിന്ന് ഈ ശരീരം വിട്ട് വളരെ വേഗതയിൽ അടുത്തൊരു ശരീരത്തെ പ്രാപിക്കാൻ വേണ്ടി കുതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോൾ പാർട്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അത് നമ്മൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രാപിക്കും. ഇനി ഇവിടെ ചിന്തിക്കേണ്ടത് എങ്ങനത്തെ ഒരു ശരീരത്തിലേക്കാണ് നമ്മൾ അടുത്ത് പ്രവേശിക്കേണ്ടത് എന്നാണ്. അത് ആഫ്റ്റർ ഡെത്താണ്. അപ്പോൾ മരണസമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ കേൾക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യണം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് അന്ധകാലേ മാമേവ ജസ്മരൻ, അവസാന കാലത്തെങ്കിലും എന്നെ സ്മരിച്ച് കളയവരം വിട്ടുപോയാൽ നിങ്ങൾ എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ദിവ്യ ശരീരത്തെ നിങ്ങൾ പ്രാപിക്കും
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാന്യപ്രേക്ഷകരെ, ഇത് അറ്റ് ദ ടൈം ഓഫ് ഡെത്താണ്. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ബാക്കി ആഫ്റ്റർ ഡെത്ത്, മരണശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു, അതാണ് പലർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളത്. നമ്മൾ വേദിക് ലിറ്ററേച്ചറിൽ പറഞ്ഞിരിക്കുന്ന അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. പിന്നെ ഡെത്ത്, ബർത്ത്, ഇത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അത് വേറെ വീഡിയോയിൽ. എല്ലാവർക്കും ഗുഡ് ബൈ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ഒരിക്കൽ കൂടി PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. പരമാവധി ഇത്തരം വിവരങ്ങൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.